ഇടുക്കി DCC അംഗം ഇൻഫന്റ് തോമസ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അടിമാലി ഡിവിഷനിൽ പരിഗണിക്കാത്തതിനെ തുടർന്നാണ് ഈ രാജി. കോൺഗ്രസ് നേതൃത്വവും പണവും സ്വാധീനവും ഉള്ളവരെ സ്ഥാനാർത്ഥിയാക്കുകയാണെന്നും തീരുമാനത്തിനെതിരെ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും ഇൻഫന്റ് തോമസ് പറഞ്ഞു. കോൺഗ്രസിനെ നേതാക്കൾ കച്ചവടക്കാരുടെ താവളമാക്കി മാറ്റുകയും പണവും സ്വാധീനവുമുള്ളവരാണ് ഇന്ന് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കുന്നതെന്ന വിമർശനവുമാണ് ഇൻഫന്റ് തോമസ് ഉയർത്തുന്നത്. 5 വർഷക്കാലം കഷ്ടപ്പെട്ട് നിരവധി കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം നടന്ന ഒരു മണ്ഡലം അടിമാലി ആകാനാണ് സാധ്യത. കാരണം 58 കോടി രൂപയുടെ വികസനം നടത്താൻ കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ എനിക്ക് സീറ്റ് തരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ നിരന്തരമായി എനിക്ക് ഉണ്ടായിട്ടുള്ള അവഗണന ഈ വർഷവും ആവർത്തിക്കുകയാണ് ഉണ്ടായത്. കോൺഗ്രസ് പ്രസ്ഥാനം എന്നോട് കാണിച്ച ഈ വഞ്ചന നാളെ ഒരാൾക്കും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഇതൊരു പാഠമാക്കി മാറ്റിയാൽ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവിന് അവസരമുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമാണ്. ജനഹൃദയത്തിൽ ഇന്നും ആഴത്തിൽ വേരോട്ടമുള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഇതിനെ കച്ചവടക്കാരുടെ താവളമാക്കി മാറ്റി പൈസയ്ക്കും പണത്തിനും മറ്റ് സ്വാധീനങ്ങൾക്കും വശം വെച്ചുകൊണ്ട് നേതാക്കന്മാർ അവസരവാദികളെ പോലെ പെരുമാറുന്നതാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ദൂഷ്യം. ഇടുക്കിയിലെ നിരവധി സീറ്റുകൾ പേയ്മെന്റ് സീറ്റാക്കി കോൺഗ്രസ് നേതൃത്വം വിൽപ്പന നടത്തുകയാണെന്ന് സൂചിപ്പിക്കുന്ന നിരവധി പോസ്റ്ററുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നു. സേവ് കോൺഗ്രസ് എന്ന തലക്കെട്ടോടെയായിരുന്നു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. അതേസമയം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിലിനെ പൈനാവിൽ മത്സരിപ്പിക്കാൻ നേതൃത്വം സീറ്റ് നൽകിയെങ്കിലും ഈ സീറ്റിൽ മത്സരിക്കില്ലെന്ന് ഫ്രാൻസിസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിലും സീറ്റ് തർക്കത്തെ തുടർന്നുള്ള പോര് ശക്തമാണ്. മുതിർന്ന നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കണമെന്ന ആവശ്യമാണ് യൂത്ത് ലീഗ് മുന്നോട്ട് വെക്കുന്നത്. ലീഗിൽ കൂടുതൽ വിമത സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തെത്താനും സാധ്യതയുണ്ട്. കൈരളി ന്യൂസ്, ഇടുക്കി.